ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിപ്പം എങ്ങനെ പോകും, എങ്ങനെ വരും, കാശില്ലാതെ അതെങ്ങനെ വാങ്ങും, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള സെന്റൻസുകൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കേട്ടോ. അവസാനം നിങ്ങൾക്കും ക്വസ്റ്റ്യൻ തരാം. ഇപ്പോ നമ്മൾ പറയാറുണ്ട്, അവൻ എങ്ങനെ പോകും, അവൻ എങ്ങനെ അത് വാങ്ങും, അവൻ എങ്ങനെ ഇങ്ങോട്ട് വരും, അവൻ കാശില്ലാതെ എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് എടുക്കും. എങ്ങനെ നമുക്ക് പല രീതിയിലും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ട്രക്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചർ അവസാനം പറയാം കേട്ടോ. നീ എങ്ങനെ ചെയ്യും, നീ എങ്ങനെ പോകും, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗ എന്നാണ് അല്ലെ. എങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൗ ആണ്. പിന്നെ ഇത് പറയുന്നത് എന്താണ്, ഫ്യൂച്ചറിലുള്ള സെന്റൻസുകളാണ് അല്ലെ. എങ്ങനെ ചെയ്യും, ഹൗ വിൽ എന്നാണ് വേണ്ടത് അല്ലെ. ഫ്യൂച്ചർ ആയതുകൊണ്ട് ഹൗ വിൽ എന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓൺ ദ സ്പോട്ടിൽ പറയാൻ പറ്റും. അതാണ് ഈസ്, ആറ്, ആം ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പാട്ടിന്റെ കൂടെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ ആണ്, എങ്ങനെ. അപ്പം ഹൗ വിൽ. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയോ, സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇപ്പൊ തന്നെ സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ സബ്ജക്റ്റ് ഏതാണ്, നീ എങ്ങനെ ചെയ്യും. അപ്പോ ഹൗ വിൽ യു ഡു, ഹൗ വിൽ യു ഡു. നീ എങ്ങനെ ചെയ്യും, നീ അതെങ്ങനെ ചെയ്യും, ഹൗ വിൽ യു ഡു ഇറ്റ്. അവൾ എങ്ങനെ വരും, സബ്ജക്റ്റ് അവളാണ്, സബ്ജക്റ്റ് എന്നൊരു വിഷയമല്ല. ഹൗ വിൽ ഷീ കം, ഹൗ വിൽ ഷീ കം. അവൾ എങ്ങനെ വരും. കുറച്ച് വലിയ സെന്റൻസ് ഒക്കെ ഉണ്ട്, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അവർ എങ്ങനെ പോകും, അവർ എങ്ങനെ പോകും, ഹൗ വിൽ ദേ ഗോ, ഹൗ വിൽ ദേ ഗോ. നീ എങ്ങനെ അത് വാങ്ങും അല്ലെ, നീ എങ്ങനെ അത് വാങ്ങും. നീയാണ് സബ്ജക്റ്റ്. ഹൗ വിൽ യു, വാങ്ങുക ബൈ ആണ്. അപ്പം B1 ആണ് വേണ്ടത്. ഹൗ വിൽ യു ബൈ ദാറ്റ്, ഹൗ വിൽ യു ബൈ ദാറ്റ്. നീ എങ്ങനെ അത് വാങ്ങും. അവൾ എങ്ങനെ ബസ്സിൽ കയറും, അവൾ എങ്ങനെ ബസ്സിൽ കയറും. കാലുകൊണ്ട് വയ്യ അല്ലേ, ആ ഒരു കാരണം കൊണ്ട് അവൾ എങ്ങനെ ബസ്സിൽ കയറും എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഹൗ വിൽ ഷീ ഗെറ്റ് ഓൺ ദ ബസ്, ഹൗ വിൽ ഷീ ഗെറ്റ് ഓൺ ദ ബസ്. ഇവിടെ ഗെറ്റ് ആണ് വേണ്ടത് അല്ലേ, കാരണം വില്ല് വന്നു കഴിഞ്ഞാൽ V1 ആണല്ലോ. അപ്പം ഹൗ വിൽ ഷീ ഗെറ്റ് ഓൺ ദ ബസ്. നമ്മൾ എങ്ങനെ അകത്ത് കയറും അല്ലേ, വാതിലടിച്ചിട്ട് കാണാൻ നമ്മളെങ്ങനെ അകത്ത് കയറും. ഹൗ വിൽ വി ഗെറ്റ് ഇൻസൈഡ്, ഹൗ വിൽ വി ഗെറ്റ് ഇൻസൈഡ്. അവൻ എങ്ങനെ റിസൾട്ട് നോക്കും, അവന്റെ നമ്പർ കാണുന്നില്ല അല്ലേ, അവൻ എങ്ങനെ റിസൾട്ട് നോക്കും. ഹൗ വിൽ ഹി ചെക്ക് ദ റിസൾട്ട്, ഹൗ വിൽ ഹി ചെക്ക് ദ റിസൾട്ട്. എങ്ങനെ നമ്മൾ വീട് വാങ്ങും, നമ്മളെ കയ്യിൽ കാശില്ലല്ലോ, അപ്പം എങ്ങനെ നമ്മൾ വീട് വാങ്ങും. ഹൗ വിൽ വി ബൈ എ ഹൗസ്, ഹൗ വിൽ വി ബൈ എ ഹൗസ്. നമ്മൾ എങ്ങനെ ഒരു വീട് വാങ്ങും അല്ലേ, നമ്മൾ എങ്ങനെ ഒരു കിണറുണ്ടാക്കും. ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും. എങ്ങനെ നമ്മൾ അവിടെ പോകും അല്ലെ, ബസ്സില്ലല്ലോ അല്ലെങ്കിൽ വണ്ടി ഇല്ലല്ലോ, എങ്ങനെ നമ്മൾ അവിടെ പോകും. ഹൗ വിൽ വി ഗോ ദർ. നീ നാളെ എങ്ങനെ വരും. ഹൗ വിൽ യു കം ടുമോറോ, ഹൗ വിൽ യു കം ടുമോറോ. നീ നാളെ എങ്ങനെ വരും. അവൻ ഈ ജോലി എങ്ങനെ തീർക്കും, അവൻ ഈ ജോലി എങ്ങനെ തീർക്കും. ഹൗ വിൽ ഹി ഫിനിഷ് ദിസ് വർക്ക്, ഹൗ വിൽ ഹി ഫിനിഷ് ദിസ് വർക്ക്. അവർ എങ്ങനെ അവിടെ എത്തും, അവർ എങ്ങനെ അവിടെ എത്തും. ഹൗ വിൽ ദേ റീച്ച് ദർ, ഹൗ വിൽ ദേ റീച്ച് ദർ. അവർ എങ്ങനെ അവിടെ എത്തും. അവൾ എങ്ങനെ ഈ ബാഗ് കൊണ്ടുപോകും അല്ലേ, അവൾ എങ്ങനെ ഈ ബാഗ് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണല്ലോ, ഇത്രക്കും വെയിറ്റ് ആണ്. ഹൗ വിൽ ഷീ ക്യാരി ദിസ് ബാഗ്, കൊണ്ടുപോവുക അല്ലേ, ക്യാരി എന്ന് പറയാം. ഹൗ വിൽ ഷീ ക്യാരി ദിസ് ബാഗ്. ഇനി എന്തെങ്കിലും ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, അപ്പൊ നമ്മൾ എന്തോ ഒരു പ്രയാസമാണ് സമയത്ത് നമ്മൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും അല്ലെ, നമ്മൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും, എങ്ങനെ ഇതൊന്ന് സെറ്റാക്കും എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യും. ഹൗ വിൽ വി മാനേജ് ദിസ്. എങ്ങനെ ഇത് മാനേജ് ചെയ്യാം അല്ലെ, കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാം. അപ്പം ഹൗ വിൽ വി മാനേജ് ദിസ്. നീ ഡോക്ടറോട് എങ്ങനെ സംസാരിക്കും അല്ലേ, എന്തോ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ ഡോക്ടറോട് എങ്ങനെ സംസാരിക്കും. ഹൗ വിൽ യു ടോക്ക് ടു ദ ഡോക്ടർ, ഹൗ വിൽ യു ടോക്ക് ടു ദ ഡോക്ടർ. അവൻ വാതിൽ എങ്ങനെ തുറക്കും, അവൻ വാതിൽ എങ്ങനെ തുറക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹൗ വിൽ ഹി ഓപ്പൺ ദ ഡോർ, ഹൗ വിൽ ഹി ഓപ്പൺ ദ ഡോർ. അവൻ എങ്ങനെ വാതിൽ തുറക്കും.
തിരിച്ചതിന്റെ ഓപ്പോസിറ്റും പറയാം, അവൻ എങ്ങനെ വാതിൽ പൂട്ടും? ചാവി എന്റെ കയ്യിലാ. ഹൗ വിൽ ഹി ക്ലോസ് ദ ഡോർ? അവൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? അവൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ പറയും അവൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും? ഹൗ വിൽ ഹി ലേൺ ഇംഗ്ലീഷ്? ഹൗ വിൽ ഹി ലേൺ ഇംഗ്ലീഷ്? അവർ ആ സ്ഥലം എങ്ങനെ കണ്ടെത്തും? അവർ ആ സ്ഥലം എങ്ങനെ കണ്ടെത്തും? അവരാണല്ലോ. ഹൗ വിൽ ദേ കണ്ടെത്തുക, ഫൈൻഡ്. അപ്പൊ ഹൗ വിൽ ദേ ഫൈൻഡ് ദ പ്ലേസ്? ഹൗ വിൽ ദേ ഫൈൻഡ് ദ പ്ലേസ്? നീ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകും? നീ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകും? നടക്കാൻ വയ്യ, വാഹനം കിട്ടാനില്ല, ബസ് ഇപ്പോൾ പോകുന്നില്ല, എന്താണ് ചെയ്യുക? അപ്പോ നീ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ പോകും? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഹൗ വിൽ യു ഗോ ടു ദ ഹോസ്പിറ്റൽ? ഹൗ വിൽ യു ഗോ ടു ദ ഹോസ്പിറ്റൽ? ഗ്യാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പാചകം ചെയ്യും? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് അല്ലെ. ഗ്യാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പാചകം ചെയ്യും? ഹൗ വിൽ വി കുക്ക് വിത്തൗട്ട് ഗ്യാസ്? ഹൗ വിൽ വി കുക്ക് വിത്തൗട്ട് ഗ്യാസ്? ഗ്യാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ പാചകം ചെയ്യും? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അവൻ ഫീസ് എങ്ങനെ അടയ്ക്കും? അല്ലേ, കാശില്ലല്ലോ, അവൻ ഫീസ് എങ്ങനെ അടയ്ക്കും? ഹൗ വിൽ ഹി പേ ദ ഫീ? ഹൗ വിൽ ഹി പേ ദ ഫീ? ഒരുപാട് സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കാൻ, നീ ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകും? നീ ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകും? ഹൗ വിൽ യു ക്യാരി ഓൾ ദീസ് തിങ്സ്? അല്ലെ, ഈ വസ്തുക്കളെല്ലാം നീ എങ്ങനെ കൊണ്ടുപോകും എന്നാണ്. ഹൗ വിൽ യു ക്യാരി ഓൾ ദീസ് തിങ്സ്? അല്ലെ, എല്ലാം. അവൾ നാളെ നേരത്തെ എങ്ങനെ എഴുന്നേൽക്കും? അവൾ നാളെ നേരത്തെ എങ്ങനെ എഴുന്നേൽക്കും? അലാറം അടിയുന്നില്ല, വിളിക്കാൻ ആളില്ല, എങ്ങനെ എഴുന്നേൽക്കും? ഹൗ വിൽ ഷീ വേക്ക് അപ്പ് ഏർലി ടുമോറോ? ഹൗ വിൽ ഷീ വേക്ക് അപ്പ് ഏർലി ടുമോറോ? അവർ മഴയിൽ എങ്ങനെ യാത്ര ചെയ്യും? അവർ മഴയത്ത് എങ്ങനെ യാത്ര ചെയ്യും? ഹൗ വിൽ ദേ ട്രാവൽ ഇൻ ദ റെയിൻ? ഹൗ വിൽ ദേ ട്രാവൽ ഇൻ ദ റെയിൻ? അല്ലെ, മഴത്ത് എങ്ങനെ അവർ യാത്ര ചെയ്യും? നമ്മൾ ഈ റൂം എങ്ങനെ വൃത്തിയാക്കും? അല്ലെങ്കിൽ നമ്മൾ ഈ മുറി എങ്ങനെ വൃത്തിയാക്കും? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കിച്ചൺ വൃത്തിയാക്കും? എങ്ങനെ വീട് വൃത്തിയാക്കും? ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമ്മൾ എങ്ങനെ ഈ റൂം വൃത്തിയാക്കും? ഹൗ വിൽ വി ക്ലീൻ ദിസ് റൂം? അവൻ രാത്രി എങ്ങനെ ഡ്രൈവ് ചെയ്യും? അവൻ രാത്രി എങ്ങനെ ഡ്രൈവ് ചെയ്യും? കാരണം അവന് ഉറങ്ങിയിട്ടില്ല അല്ലെ, പകൽ ഉറങ്ങിക്കഴിഞ്ഞാലാണ് രാത്രി ഡ്രൈവ് ചെയ്യുക. അപ്പോ അവൻ എങ്ങനെ രാത്രി ഡ്രൈവ് ചെയ്യും? ഹൗ വിൽ ഹി ഡ്രൈവ് അറ്റ് നൈറ്റ്? നീ എങ്ങനെ ഹോംവർക്ക് പൂർത്തിയാക്കും? നീ എങ്ങനെ ഹോംവർക്ക് പൂർത്തിയാക്കും? ഒന്നും അറിയില്ല. ഹൗ വിൽ യു കംപ്ലീറ്റ് ദ ഹോംവർക്ക്? അല്ലെങ്കിൽ ഹൗ വിൽ യു ഫിനിഷ് ദ ഹോംവർക്ക്? പണമില്ലാതെ അവൻ എങ്ങനെ വരും? അല്ലെ, ബസ് കയറണമെങ്കിലും വണ്ടി വിളിക്കണമെങ്കിലൊക്കെ പണം. ഹൗ വിൽ ഹി കം വിത്തൗട്ട് മണി? അവൻ പണമില്ലാതെ എങ്ങനെ വരും? അപ്പോ ഇത്രയും സെന്റൻസ് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അവൾ നിന്റെ വീട് എങ്ങനെ കണ്ടെത്തും? അവൾ നിന്റെ വീട് എങ്ങനെ കണ്ടെത്തും? ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറയാം. ഫ്യൂച്ചർ ആയതുകൊണ്ട് എങ്ങനെ എന്ന് പറയാൻ വേണ്ടിട്ട് ഹൗ ആണ്, ഫ്യൂച്ചർ ആയതുകൊണ്ട് വിൽ ആണ്. ഹൗ വിൽ ലെസ് സബ്ജക്റ്റ് ലെസ് വെർബ് V1 form. How will you do? How will he buy? How will she cook? അല്ലേ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഹൗ വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് V1 form. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയാണ്ടെങ്കിൽ അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാട്ട. വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇതെല്ലാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ഇതുപോലെ ഒരുപാട് സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസവും ഞാൻ ഇതുപോലെയുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുക. അതും കൂടി എല്ലാവരും കാണാട്ടോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.